ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുവായൂരിൽ അവിടെ ഒരു ഭക്തന്മാർക്ക് ശുദ്ധജലം കിട്ടാനൊരു വാട്ടർ ടാങ്ക് ഓപ്പൺ ചെയ്യണം. ഞാൻ പോയി ഓപ്പൺ ചെയ്തു. അമ്പലത്തിനകത്ത് മുകളിലാണ്. പ്രതിഷ്ഠയുടെ അവിടെ അല്ല, അമ്പലത്തിൽ ഒത്തിരി കെട്ടിടമില്ല, അതിൻ്റെ മുകളിലാണ്. കാണിച്ച് തിരിച്ചു വന്നു. അത് ഗുരുവായൂരപ്പൻ്റെ അവിടെ വന്ന് ഞാൻ കണ്ടു അദ്ദേഹത്തെ. ഞാൻ തൊഴാനൊന്നും നിന്നില്ല, ഞാൻ ബഹുമാനപൂർവ്വം അവിടെ നിന്ന് ഞാൻ വരിക വന്നു. പിന്നെ അസംബ്ലി കൂടിയപ്പോൾ അവിടെ ഒരു അടിയന്തര പ്രമേയം. KC ജോസഫ് കോൺഗ്രസിൻ്റെ സീനിയർ മെമ്പറാണ്, നല്ലയാളാണ്. ഗുരുവായൂരപ്പനെ തൊഴുതില്ല ദേവസ്വം മന്ത്രി, അവിടെ രാജിവെക്കണം. അടിയന്തര പ്രമേയം. ഇങ്ങനെ അത് പറഞ്ഞു തൊഴുതില്ല, അത് ശരിയാണോ കാണിച്ചത്, മറ്റതാണ് മറിച്ചതാണ്. അത് പറഞ്ഞ് ചുരുക്കങ്ങ് മാറുന്നില്ല. ഞങ്ങൾ KC ജോസഫാണ്, ക്രിസ്ത്യനാണ്. മുസ്ലിം ലീഗിലെ രണ്ടത്താണി, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മിനിസ്റ്റർ എന്താണ് കാണിച്ചത്, എന്തുകൊണ്ട് തൊഴുതില്ല, ഗുരുവായൂരപ്പനെ തൊഴാതെ എങ്ങനെ ഇറങ്ങി വന്നു എന്നൊക്കെ പുള്ളി പറയും. ഞാൻ കുറച്ച് പേര് സംസാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ അതിന് മറുപടി പറഞ്ഞു, ഗുരുവായൂരപ്പനെ തൊഴുതില്ല എന്നുള്ളത് ശരിയാണ്. ഞാൻ തൊഴാനല്ല പോയത്, ഭക്തന്മാർക്ക് ശുദ്ധജലം കൊടുക്കാനല്ല, ഭരണഘടനാപരമായ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് പോയത്. ഭരണഘടനയിൽ ഒരിടത്തും ക്ഷേത്രങ്ങളിൽ ശുദ്ധജല വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ ഡേറ്റിയെ തൊഴണമെന്ന് എഴുതി വെച്ചിട്ടില്ലെന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഒരു ക്രിസ്ത്യാനി ആണ് മന്ത്രിയെങ്കിലും ഇത് അവിടെ പോയി തൊഴാൻ പറ്റുമോ? മുസ്ലിമാണെ തൊഴാൻ നോക്കുമോ എന്ന് ഞാൻ മുസ്ലിം ലീഗ് മെമ്പറോട് ചോദിച്ചു. അപ്പോൾ നിങ്ങളെന്തിനാണ് ഈ വിട്ടിത്തരം പറയുന്നത്? നിങ്ങൾക്കെന്താ ഇത്ര വലിയൊരു ആവേശം ഗുരുവായൂരപ്പനെ പറ്റി? ഇപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങൾ തൊഴുവോ? നിങ്ങൾ പള്ളിയിലല്ലേ പോകും, ഗുരുവായൂർ പോവോ? നിങ്ങൾക്ക് നാണമില്ല ഇത് പറയാൻ. നിങ്ങൾ ആർക്ക് വേണ്ടി വാദിക്കുന്നത്? ഇതൊന്നും സെക്കുലർ സ്റ്റേറ്റിലുള്ളതല്ല. നെഹ്റുവിനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടുണ്ട്? വേണ്ട, മഹാത്മാഗാന്ധി ഈശ്വരവിശ്വാസിയാണ്, ക്ഷേത്രത്തിൽ തൊഴുതിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചു കോൺഗ്രസ്സുകാരെ. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവിടെ നമ്മുടെ ഭക്തന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ക്ഷേത്രം കേടുപാട് കൂടാതെ നിലനിർത്തുക, അവിടെ നല്ല വെള്ളം കൊടുക്കുക, ശുദ്ധീകരണം നടത്താൻ ആവശ്യമായ ഗ്രാൻറ്റ് കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആചാരങ്ങളൊക്കെ മുറ പോലെ അങ്ങ് നടന്നോളൂ, നമ്മളതിൽ ഇടപെടുകയേ വേണ്ട. എങ്കിലും ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി വിനീതമായി കൈ താഴേക്കിട്ട് ഞാനിങ്ങനെ നിന്ന് ഞാനവിടെ ബഹുമാനിച്ചിട്ടാണ് പോകുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനവിടെ തൊഴുതിരുന്നെങ്കിൽ ഞാനൊരു കള്ളനാണെന്ന് ഈ നാട്ടുകാർ പറയും. കാരണം അതുവരെ ഞാൻ പോകാതെ ഞാനിപ്പോൾ വലിയ ഭക്തനായി. അങ്ങനെ കള്ളൻ ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞതാണല്ലോ നിങ്ങളുടെ ഭക്തി ലോകം. പൈസയാണല്ലോ ഒരു പ്രധാനം. അത് ഞാൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ ദേവസ്വത്തിൽ നടന്ന അഴിമതിയെ പറ്റിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന അല്ലെങ്കിൽ പൂജിക്കാൻ വരുന്ന ഭക്തന്മാരുടെ മുഖത്തേക്കല്ല ഈ ശാന്തി നോക്കുന്നത്, അവരുടെ കരുത്തിലേക്കാണ്, സ്വർണ്ണാഭരണത്തിലേക്ക്. ആ പുസ്തകം വേണമെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു. വായിച്ചു നോക്കുക.